ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബിഗിനേഴ്സിന് ഉഴുന്നുവട എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ബിഗിനേഴ്സിന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഓവർനൈറ്റ് കുതിർത്ത് വെക്കുക. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉഴുന്നുവടയും ചട്നിയും. ഞാൻ 2 കപ്പ് ഉഴുന്നാണ് കഴുകി കുതിർത്ത് വെച്ച് കാലത്ത് ഒന്നുകൂടെ കഴുകി വെള്ളം അരിച്ച് വെച്ചു. ഇനി അരക്കാനുള്ള തയ്യാറെടുപ്പാണ്. അരക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, പകരം കുറച്ച് ഐസ് കട്ടി ഇട്ട് കൊടുക്കുകയാണ്. ഐസ് കട്ടി ഇടുമ്പോൾ നമുക്ക് നമ്മുടെ മിക്സി അധികം ചൂടാവില്ല, നന്നായിട്ട് നൈസായിട്ട് അരച്ച് കിട്ടും. ഉഴുന്ന് കൂടുതലുള്ളതുകൊണ്ട് ഞാനൊരു 3 തവണയായിട്ടാണ് അരച്ചത്. അരക്കുമ്പോൾ ഒരു 5-6 കട്ട ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നൈസായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അരച്ചെടുത്ത മാവിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിരിക്കാനാണ്. കൂടുതൽ ചേർത്ത് പോകരുത്. അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് പുറം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ഞാൻ ഒരു 1.25 ടീസ്പൂണാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യം പോലെ നോക്കി ചേർക്കാം. ഉപ്പും അരിപ്പൊടിയും ചേർത്ത ശേഷം ഒരു അരമണിക്കൂർ അടച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലത്. ഞാൻ മിക്സ് ആയിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചത്. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി അരിഞ്ഞെടുക്കാനുണ്ട്. 4-5 പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. പകുതി സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞത്, ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് മാവ് പുറത്തെടുക്കാം. അരിഞ്ഞതും ചതച്ചതുമായ മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തത്. ഇനി കണ്ടോളൂ, ഇതാണ് ഞാൻ പറഞ്ഞ മെത്തേഡ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. തേങ്ങ ചിരവിയ ചിരട്ട ഒന്ന് വരണ്ടി ക്ലീൻ ചെയ്തിട്ട് കഴുകി ഉണക്കി വെക്കുക. അതിന് മുകളിൽ വെള്ളം തടവിയ ശേഷം കൈ നനച്ച് നമുക്ക് ഒരു വടക്ക് വേണ്ടുന്ന മാവ് എടുക്കുക. കൈ കൊണ്ട് പരത്തി കൊടുത്തിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കാണിച്ച പോലെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുക്കി കൊടുക്കുക. ഞാൻ ഈ കടായി മാറ്റുകയാണ്. അത് സൗകര്യം പോലെ 5-6 ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ വേറെ പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പരന്നൊരു തവിയാണ് സൗകര്യം, പക്ഷേ ഇതിൽ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്കിടെ തിരിച്ചിട്ടുകൊണ്ടിരിക്കണം. ഞാൻ ആദ്യം ചെയ്ത കടായിലാവുമ്പോൾ നല്ല ബോൾ പോലെ പൊങ്ങി വരുന്നുണ്ട്. ചില ഓയിൽ കുറച്ച് കൂടുതലുണ്ട്. അതിലിടുമ്പോഴിങ്ങനെ മേലോട്ടേക്ക് തെറിക്കുന്നതും എല്ലാം കൊണ്ട് എനിക്ക് ഇതാണ് സൗകര്യം. അതുകൊണ്ട് ഈ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ചിരട്ടക്ക മുകളിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം മാത്രം കൈ കൊണ്ട് തൊട്ട് തേച്ചാൽ മതി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി ഉണക്കിയിട്ട് ഒരു കവറിൽ പാക്ക് ചെയ്ത് വെക്കാം. ഉഴുന്നുവടയുടെ റെസിപ്പി 4-5 വർഷം മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ ആ പോസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതൊരു പുതിയ മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇങ്ങനെ വടയുണ്ടാക്കാൻ എളുപ്പമായി തോന്നുന്നില്ലേ? ബിഗിനേഴ്സിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വടയുണ്ടാക്കാൻ നല്ലൊരു മെത്തേഡാണിത്. ഇങ്ങനെ എല്ലാ വടയും ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നല്ലൊരു തേങ്ങ ചട്നി ഉണ്ടാക്കുക. പച്ചമുളകും ഇഞ്ചിയും എല്ലാം ചേർത്തിട്ട് തേങ്ങ അരച്ച് തൈരിൽ ചെയ്യുക. പിന്നെ അതിലൂടെ ഒരു ഉള്ളി സാമ്പാർ കൂടി, കുഞ്ഞുള്ളി കൊണ്ടൊരു സാമ്പാർ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാൻ വെറും ചട്നിയാണ് ചെയ്തത്. പലർക്കും ഉപകാരപ്രദമായ ഈ ഒരു വടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.